1 യോഹന്നാൻ 2:15 വചനം ഇതാണ്: നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഒക്കെയാണ് വചനം. ദൈവ സ്നേഹം എനിക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, പിതാവിന്റെ രക്ഷയിലേക്ക് എനിക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ലോകത്തെ സ്നേഹിക്കരുതെന്നാണ് വചനം. ലോകത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് വചനം. കിട്ടുന്നുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാൻ രക്ഷിക്കാൻ എന്റെ ഉള്ളിലെ ചില അസൂയ, അഹങ്കാരം, ജഡികാസക്തി, ലഹരിയോടുള്ള ആസക്തി, ശത്രുത, ഇതൊക്കെയാണ് ഏറ്റവും ഇപ്പൊ ഇത് ഒരാൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളോടുള്ള ശത്രുത അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ ഞാൻ പറയും, ഈ കാലില്ലാത്ത എനിക്ക് കാല് അത്ഭുതം കിട്ടുന്നതിനെക്കാട്ടിലും ഒരു പുതിയ കാലിപ്പം ഉണ്ടായി ഒരു വിചാരിക്കൂ, അതിനെക്കാട്ടിലും വലിയ അത്ഭുതമാണ് എന്ത്? ഒരാൾക്ക് ഒരു ശത്രുത അവസാനിപ്പിക്കാനായി ഒരു ദൈവം പ്രേരണ കിട്ടി അതനുസരിക്കാൻ തയ്യാറായാൽ വലിയ ശാരീരിക അത്ഭുതങ്ങൾ കിട്ടുന്നതിനെക്കാട്ടിലും വലിയ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം അതാണ്. കാരണം ഈശോ കുരിശിൽ മരിച്ച് നേടിത്തന്നത് ഈ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്, ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് നമുക്ക് കാണിച്ചു തന്നത്. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തിയിട്ട് ഈ കാലിന് സൗഖ്യം കിട്ടിയതുകൊണ്ടോ, കണ്ണിന് കാഴ്ച കിട്ടിയതുകൊണ്ടോ, നടുവേദന മാറിയതുകൊണ്ടോ, മുട്ടുവേദന മാറിയതുകൊണ്ടോ ഒരു ഉപകാരവും ഇല്ല. അതിനെക്കാട്ടിലും നല്ലത് അത് സഹിച്ച്, ദൈവമേ എന്റെ പാപ പരിഹാരത്തിനായി ഞാനത് സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ അകത്തിരിക്കുന്നവർ സഭ പേര് വിളിക്കുന്ന വിശുദ്ധരായി മാറും.